വേദങ്ങൾ അടിവരയിട്ട് പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാലോ. യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം തന്നെ എന്നറിയോ? നതസ്യ പ്രതിമ അസ്തി, നതസ്യ പ്രതിമ അസ്തി. ദൈവത്തിന് പ്രതിമയില്ല. അതുകൊണ്ട് നിങ്ങൾ സാക്ഷാൽ ദൈവത്തെ ആരാധിക്കുക. കേനോപനിഷത്തിൽ പറയാം, യക്ഷുഷാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യദിതം ഉപാസതേ. യശ്രുത്രേണ ശൃണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യദിതം ഉപാസതേ. മനുഷ്യരെ, നിങ്ങൾ കണ്ടുകൊണ്ട് കണ്ട് ആരാധിക്കുന്ന ഒന്നും ദൈവമല്ല. നിങ്ങളെ കണ്ടിട്ട് ആരാധിക്കുന്നത് ഒന്നും ദൈവമല്ല. സാക്ഷാൽ ദൈവം ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനാണ്. ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ, ഈ മഴ ചൊരിഞ്ഞു തരുന്ന, നമ്മെ നിയന്ത്രിക്കുന്ന, നമ്മുടെ ഹാർട്ടിനെ കൺട്രോൾ ചെയ്യുന്ന, നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന ലോകത്തിന്റെ തമ്പുരാൻ. ഖലഖസ്സമാവാതി ബിഗൈരി യമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർദി റവാസിയ അൻ തമീത ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വഅൻസൽനാ മിനസ് സമാഇ മാഅ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. ആകാശം തൂണുകളില്ല, നിങ്ങളെ കണ്ണുകൊണ്ട് കാണാനാവാത്ത തൂണുകളാൽ ആകാശത്തെ നാട്ടി നിർത്തിയവൻ. അപ്പൊ ആകാശത്തെ സംവിധാനിച്ചവൻ ദൈവം. ഭൂമി നിങ്ങളെയും കൊണ്ട് ഇടകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കിയവൻ. കണ്ടോ, നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരുന്നവൻ, അതുവഴി ചെടികൾ മുളപ്പിക്കുന്നവൻ, അവനാകുന്നു നിങ്ങളുടെ ദൈവം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ, അന്തം തമഹ പ്രവിശന്തിയേ സംപൂജ്യമുപാസതേ തതോപൂയ ഇവദേ യഹു സംപൂജ്യം രദഹ. ഈശാവാശോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകത്തിൽ പറയാൻ, ദൈവേതരരെ ആരാധിച്ചവൻ ദൈവമല്ലാത്ത എന്തിനാരാധിച്ചാലും ഘോരാന്ധകാരമായ നരകത്തിൽ